ഒരു ഇൻഷുറൻസിൽ ക്ലെയിം ഉണ്ടാകുന്ന സമയത്ത് റിജക്റ്റ് ചെയ്താൽ എന്തൊക്കെ ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത്? ഒന്ന്, കമ്പനിയെ വീണ്ടും വീണ്ടും നമ്മൾ കണക്ട് ചെയ്യുക. അതല്ലെങ്കിൽ ഓംബുഡ്സ്മാനെ സമീപിക്കുക. ഏറ്റവും അവസാനമായിട്ടുള്ളത് ഒരു കോർട്ടിൽ പോകുക എന്നുള്ളതാണ്. എന്നാൽ ഇതൊക്കെ വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ ഈ നിയമത്തിനൊക്കെ ഒരു സൊല്യൂഷനുമായിട്ട് IRD വന്നിരിക്കുകയാണ്. എല്ലാ കമ്പനികളും ഇന്റേണലി ഒരു ഓംബുഡ്സ്മാനെ നിയമിക്കണമെന്നാണ് പുതിയ നിയമം. അങ്ങനെ ഉണ്ടാകുന്ന ക്ലെയിം റിജക്ഷൻസിനെ റിവ്യൂ ചെയ്യാൻ ഒരു ഓഫീസർ ഉണ്ടാകണം എല്ലാ കമ്പനികളിലും. അദ്ദേഹം സെയിൽസിന്റെയോ ക്ലെയിം ഡിസിഷൻസിന്റെയോ ഒരു ഭാഗമായിരിക്കുകയുമില്ല. അങ്ങനെ വന്നാൽ ഒരു ക്ലെയിം റിജക്ഷൻ ഉണ്ടായാൽ അത് റിവ്യൂ ചെയ്യാൻ കമ്പനിയിൽ തന്നെ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഓഫീസർ ഉണ്ടാകും. ശരിയായ തീരുമാനമെടുക്കാനും ഇത് സഹായിക്കും. ഇത് പോളിസി ഹോൾഡറിന് ജസ്റ്റിസ് കിട്ടാൻ സഹായിക്കും. ഇൻഷുറൻസ് കമ്പനികൾ ക്ലെയിം റിജക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് 2 തവണ ഒന്ന് ആലോചിക്കുകയും ചെയ്യും. ഈ ഒരു നിയമം വന്നാൽ ഇന്ത്യയിൽ ക്ലെയിം റിജക്ഷൻസുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങൾക്കും വലിയൊരു മാറ്റമുണ്ടാകും. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റിൽ പറയൂ.